ഇന്ത്യൻ ഡെന്റൽ കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അംഗീകാരത്തോടെ 2007 ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിന് തുടക്കം കുറിച്ചത്. അന്യസംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് കൂണുപോലെ മുളച്ചുപൊങ്ങിയ നിലവാരമില്ലാത്ത ഡെന്റൽ കോളേജുകളും അവിടെ ജീവിതം ഹോമിക്കുന്ന ഒരു സമൂഹത്തിനും നേർവഴിക്കുള്ള മാർഗമായാണ് ഈ ഡെന്റൽ കോളേജ് പ്രാവർത്തികമാക്കിയത്. ഇതിലൂടെ കേരള ജനതയ്ക്ക് മുന്നിൽ ഒരു വിശാല ലോകം തന്നെയാണ് തുറന്നു കിട്ടിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഇവിടെയെത്തി BDS കോഴ്സുകളിൽ ഉന്നത വിജയവും ജീവിത നിലവാരവും പടുത്തുയർത്തിയവർ ഏറെയാണ്. ഒരു ഡെന്റൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ അങ്ങനെ ഇൻ്റർ സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം, മക്കളെ പുറത്തയച്ച് അവരെ തിരിച്ചുകൊണ്ട് ഏത് തരത്തിൽ വരുമെന്നുള്ള വളരെയേറെ ഭയത്തോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന രക്ഷകർത്താക്കൾക്ക് ഒരു സൗകര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആലുവ-മൂന്നാർ റോഡിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നടന്നെത്തിച്ചേരാം. 200 മീറ്റർ മാത്രം ആലുവ-മൂന്നാർ റോഡിൽ നിന്ന് തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. 2000 ആരംഭം കുറിച്ച 15 വർഷമാകുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സാരഥികളുടെ ദീർഘവീക്ഷണവും നിതാന്ത പരിശ്രമങ്ങളുമാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിനും കേരളത്തിനു പുറത്തും ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഏറെ പേരും പെരുമയും സമ്മാനിക്കുന്നത്. I am very happy to be the part of this Center of Excellence since 2009 October. The college started in 2007. From that time onwards, the management is very helpful and providing all the help for the upliftment of this college. We are ranked among the first 5 dental colleges in the state, and our students of the first batch, they are doing well and placed in various dental clinics and hospitals around Kerala. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ആവശ്യമായ സ്വച്ഛന്തമായ അന്തരീക്ഷം ഇവിടെ നമുക്ക് ഈ ഡെന്റൽ കോളേജ് ക്യാമ്പസിൽ കാണാവുന്നതാണ്. ഏകദേശം 12,000 ചതുരശ്ര മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് എല്ലാവിധ വിദ്യാഭ്യാസ സൗകര്യങ്ങളാലും അനുഗ്രഹീതമാണ്. ശ്രീ KM പരീദ് ചെയർമാനായി നിലകൊള്ളുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡെന്റൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് എന്ന പ്രാകൃത സമ്പ്രദായം നിരോധിച്ചിരിക്കുന്നു. ഇതിനായി ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റിയെ തന്നെ ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നു. റാഗിംഗ് ടോട്ടലി ഇവിടെ ബാൻഡാണ്. ഇതിൽ ഇതുവരെ 7 വർഷത്തോളമായി ഡെന്റൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇതുവരെ ഒരു റാഗിംഗ് സംബന്ധമായ കേസുകളോ ഫയലുകളോ ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ ഇൻ്റർ സ്റ്റേറ്റിലേക്ക് കുട്ടികളെ വിടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭയപ്പാട്, ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് റാഗിങ്. ആ റാഗിങ് എന്നുള്ള ആ ദുസ്വപ്നം കാണാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി ഡെന്റൽ കോളേജിൽ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദന്തപരിരക്ഷ അഥവാ സംരക്ഷണം ഇന്ന് ലോകത്തെവിടെയും മുഖസൗന്ദര്യത്തിൻ്റെ അളവുകോലാകുകയാണ്. അതുകൊണ്ട് തന്നെ ദന്തരോഗങ്ങളെ ചെറുക്കുവാനും പല്ലുകളുടെ ഉറപ്പും ഭംഗിയും നിലനിർത്തുവാനും എല്ലാ പ്രായക്കാരും ക്ലിനിക്കുകളിലേക്കും ആശുപത്രികളിലേക്കുമായി കുതിക്കുന്നു. തുടക്കത്തിൽ 50 സീറ്റ് മാത്രമുണ്ടായിരുന്ന ഈ ഡെന്റൽ കോളേജ് ഇന്ന് 100 സീറ്റിന്റെ വിശാലതയാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നുവയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം കേരള ഗവൺമെൻറ്റിനെയും ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെയും അതുപോലെ തന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയെയും ഒക്കെ നമ്മൾ സമീപിക്കുകയും 50 സീറ്റ് നാളിതുവരെ ഉണ്ടായിരുന്ന BDS കോഴ്സിന് ഇപ്പോൾ 100 സീറ്റായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ഡെന്റൽ കോളേജിനെ സംബന്ധിച്ച് ഏറെ ആവശ്യകരമായ ഒന്നാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന ലാബുകൾ കേരളത്തിലെ മറ്റൊരു കോളേജിലും കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത്രയും വിശാലമായി ക്രമീകരിച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ ലാബ് 100ഓളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നൽകുന്നു.
ഒരു ദന്തൽ വിദ്യാർത്ഥിക്ക് ആവശ്യമായ ഏറ്റവും നൂതനമായ ഉപകരണങ്ങളും മോഡലുകളും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇവിടുത്തെ ലൈബ്രറിയെക്കുറിച്ച് ഏറെ പറയുവാനുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ലൈബ്രറി ഇവിടെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിൽ നമുക്ക് കാണാം. ഏകദേശം 200ഓളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം റെഫറൻസ് നടത്തുവാൻ ഉതകുന്നതാണ് ഈ ലൈബ്രറി. കൂടുതൽ പുസ്തകങ്ങൾ റെഫർ ചെയ്യുവാനുള്ള വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങളെ കണ്ടെറിഞ്ഞ് പടുത്തുയർത്തിയിരിക്കുന്നതാണ് ഈ പുസ്തക സാമ്രാജ്യം. കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള ഏറ്റവും പുതിയ പഠന സൗകര്യങ്ങളുമായി ഇ ലേണിംഗ് ഇവിടെ സജ്ജമാണ്. മാത്രമല്ല 10,000ഓളം പുസ്തകങ്ങളടങ്ങിയ ഒരു ഓൺലൈൻ ലൈബ്രറിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൂടുതൽ പരിജ്ഞാനം ലഭ്യമാക്കുന്നതിന് ഇൻ്റർനാഷണൽ കോൺഫറൻസ് വരെ ഇവിടെ നമ്മൾ തരപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേറ്റിലുള്ള ഏറ്റവും ഉന്നതരായ വ്യക്തികളെ ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വൊക്കേഷണലി നമ്മൾ ആളുകളെ കൊണ്ടുവരികയും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുട്ടികളെ ഇവിടെ എത്തിക്കുകയും അവർക്കൊക്കെ വേണ്ടത്ര വിവരം ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ പകർന്നു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇവിടെ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ തന്നെ കീഴിലുള്ള ഹോസ്റ്റലുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകമായി ഇവിടെ നടത്തിവരുന്നു. ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി നടക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനും ഞങ്ങളായിട്ട് ഡിസ്കഷൻ നടത്താനും കുട്ടികൾക്ക് മാനേജ്മെൻറ്റായി ഡയറക്റ്റ് ബന്ധം വരുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ ക്യാമ്പസുകളിലും നമ്മൾ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ഇല്ലീഗലായിട്ടോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാൻ വളരെ ചാൻസുകൾ കുറവാണ്. ലാബുകളും ലൈബ്രറികളും ഏറെ ആവശ്യമാണെന്നിരിക്കെ അതിനേക്കാളേറെ പ്രാധാന്യമർഹിക്കുന്നതും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിൽ കണ്ടുവരുന്നതുമായ ഒരു ശക്തിയാണ് അവരുടെ അധ്യാപകർ. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയത്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരാണ്. അധ്യാപകരുടെ മിടുക്കും സാമർഥ്യവും അറിവും പരിചയസമ്പന്നതയുമാണ് ഓരോ വിദ്യാർത്ഥിക്കും മുതൽക്കൂട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് 2006 ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ദന്തൽ ക്ലിനിക്. പുറം ലോകത്തിനായി തുറന്നു പ്രവർത്തിക്കുന്ന ഈ ദന്തൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കുവഹിക്കുവാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണാവസരം ലഭിക്കുന്നത് മറ്റൊരു കോളേജിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വിദഗ്ധ ഡോക്ടർമാർ അവരുടെ പ്രവർത്തന പരിചയം ഇവിടുത്തെ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്നു. പഠനത്തോടൊപ്പം ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പടുത്തുയർത്തുവാൻ ഇവർക്ക് സാധ്യമാകും.